കേരളത്തിലെ മെലിഞ്ഞ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? അമേരിക്കയിൽ നമ്മുടെ ഒരു പ്രശ്നം ഈ വയറ് ചാടുന്നതാണ്. പ്രധാനമായിട്ടുള്ള കാരണം നല്ല ശാപ്പാട്, കാര്യമായ പണിയൊന്നും പിന്നെ ചെയ്യാതിരിക്കുക. അതിനു പുറമെ അത്യാവശ്യം തണ്ണി സേവ ഇതെല്ലാം ഉള്ളതുകൊണ്ട് വയറ് ചാടുന്ന ഒരു ഒരു സാമൂഹിക പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചോളം. പക്ഷേ കേരളത്തിൽ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മെലിഞ്ഞ മനുഷ്യർ അത് എത്ര പേര് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പ്രധാനമായിട്ടും നമ്മളിവിടെ പിന്നെ കേരളത്തിൽ വരുമ്പോൾ നമ്മൾ കേരളത്തെപ്പറ്റി കേൾക്കുന്നത് ഗംഭീരം സൗധങ്ങൾ ഇവിടെയെല്ലാം ഭയങ്കര പിന്നെ സംവിധാനങ്ങളും എല്ലാമാണ്. ആശുപത്രി കാര്യത്തിലും ആയുസിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ പാശ്ചാത്യരെ വെല്ലുന്നവരാണ്. നമ്മൾ മഹാപ്രതിഭകളും അങ്ങേരത്തെ മനുഷ്യരുമാണെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നതും. ഇവിടെ വന്ന് കാണുമ്പോൾ നമ്മൾ ഗംഭീരൻ വീടുകളും പിന്നെ കൂറ്റൻ കെട്ടിടങ്ങളും ഒക്കെയാണ് കാണുന്നത്. മനോഹരം, അമേരിക്കയിൽ പോലും ഇല്ലാത്ത സൗകര്യങ്ങളുള്ള വീടുകൾ നമ്മളിവിടെ കാണുന്നുണ്ട് അത്രയധികം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ അമേരിക്കക്കാർ കാണാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും തന്നെ കാറിലും ഒക്കെയാണ് സഞ്ചരിക്കുന്നത്. മിക്കവാറും ഉള്ളൊരു ഡ്രൈവറെയൊക്കെ വെച്ച് അല്ലെങ്കിൽ സ്വന്തം കാറോ ഒക്കെ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം. അപ്പം നടന്നു പോവുകയോ അല്ലെങ്കിൽ ഈ സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യാറില്ല. അപ്പം നഗരങ്ങളിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കണം. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മെലിഞ്ഞ മനുഷ്യർ അത് കാണുമ്പോൾ ഒരു ഹൃദയവേദന തോന്നുകയാണ് ചെയ്യുന്നത്. കൂടുതലും പ്രായമുള്ളവരാണ്. ഇത്രയധികം എങ്ങനെയാണ് മനുഷ്യർക്ക് മെലിയാൻ സാധിക്കുന്നത്? അപ്പം പിന്നെ അതിൻ്റെ അടിസ്ഥാന കാര്യം ഒന്നേ ഉള്ളൂ, അവർക്ക് ശാപ്പാട് ആവശ്യത്തിന് പിന്നെ ന്യൂട്രീഷനുള്ള ആവശ്യത്തിന് ഭക്ഷണമില്ല. അപ്പോൾ അവർ മെലിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർക്കൊരു സംവിധാനമില്ല. പ്രധാനമായിട്ടും ഒരു 40-50 വയസ്സ് കഴിഞ്ഞവരാണ് നമ്മുടെ ഈ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ പട്ടണങ്ങളിലും ഒക്കെ ചെന്നാൽ ധാരാളമായിട്ട് ഇവരെ കാണാം. അപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ കേരളം നേടിയ പുരോഗതിയുടെ ഒന്നാം തരം ചൂടുവരയാണിത്. ഈ മനുഷ്യർ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നു, അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല, അവരെ ആരും കാണുന്നുമില്ല. അപ്പം നമ്മുടെ സംവിധാനത്തിൻ്റെ മൊത്തം പരാജയമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ ഈ കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തു എന്ന് പറയുമ്പം വാസ്തവം പറഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് എന്നും എക്കാലത്തും തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആവശ്യത്തിന് ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീർന്നു. അപ്പോൾ ഈ ഒരുവിധ ആയ ആളുകൾ അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല, ഭക്ഷണത്തിനൊരു സംവിധാനമില്ല, അവരെ നോക്കാൻ ആരുമില്ല, അവർക്ക് ജോലി കാണില്ല. അപ്പം അങ്ങനെ ഈ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരുതരം തിരസ്കൃതരായ പോലെ ഉള്ള ആളുകൾ, അത് എത്രയോ ഖേദകരമായ ഒരു കാര്യമാണ്. ഈ മക്കള് മറ്റും നോക്കണമെന്ന് പറയുന്നു. പല മക്കൾക്കും നോക്കാൻ അവർക്ക് തന്നെ ജീവിക്കാൻ വഴിയില്ല. അപ്പം മാതാപിതാക്കളെയോ അല്ലെ പ്രായമുള്ളവരെ നോക്കാനായിട്ട് അവർക്ക് കഴിയുന്നുമില്ല. അപ്പം അങ്ങനെയുള്ള പിന്നെ ഒരു സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. അപ്പം പിന്നെ ഈ പിന്നെ നമുക്കറിയാം, ആവശ്യത്തിന് ഭക്ഷണമില്ലെങ്കിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പിന്നെ ഗുജറാത്തിലെയും ബംഗാളിലെയും ഒക്കെ മനുഷ്യരെയാണ്. അവരെല്ലാം വെജിറ്റേറിയൻസ് ആണ്. ആവശ്യത്തിന് പിന്നെ പ്രോട്ടീൻ ഇല്ല. അപ്പോൾ ആ വളർച്ച മുരടിച്ച ആളുകൾ, സ്റ്റണ്ടഡ് ഗ്രോത്ത്. അപ്പം 3 അടി 4 അടി ഒക്കെ ആണ് പലരുടെയും പൊക്കം. കാരണം അത് വളരുന്നില്ല, ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നില്ല. ഈ കടുത്ത വെജിറ്റേറിയൻ വാദം വെച്ചുകൊണ്ട് ഭക്ഷണമില്ലാതെ അവർ പിന്നെ ചെറുതായിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ ചെറുതായിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു ദുഃഖസത്യമാണ്, നമ്മൾ അറിയുന്നില്ലെങ്കിൽ കൂടി. കാരണം ഈ വെജിറ്റേറിയൻ ഭക്ഷണം കൊണ്ട് മാത്രം നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ആവില്ല, ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടില്ല, വളർച്ച പിന്നെ മുന്നോട്ട് പോവില്ല. അത് പിന്നെ ഈ വെജിറ്റേറിയൻ വാദമൊക്കെ വലിയ ഗെയിമാണെന്ന് പറയുന്നെങ്കിലും ഇങ്ങനെയുള്ള യാഥാർത്ഥ്യം നമ്മൾ പിന്നെ മറന്നും പോകുന്നു. ആവശ്യത്തിന് വെജിറ്റേറിയൻ ഭക്ഷണത്തിലൂടെ ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് കിട്ടാനുള്ള സംവിധാനമില്ല, കിട്ടാനുള്ള പിന്നെ വകയില്ല. അപ്പോഴാണ് ഈ കേരളത്തിലെ ഈ മെലിഞ്ഞ മനുഷ്യരെ പിന്നെ കാണുന്നത്. അതുപോലെ തന്നെ ലോട്ടറി വിറ്റ് നടക്കുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് വേറെന്തെങ്കിലും ജോലി ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. വേറെന്ത് ജോലി ചെയ്യും? പ്രത്യേകിച്ചും ഒരുവിധപ്പെട്ട പ്രായമുള്ള ആളുകളാണ് പലരും പിന്നെ ഈ ലോട്ടറി വിൽപ്പന അല്ല ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പിന്നെ പോകുന്നതെന്നാണ് പിന്നെ കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ പുരോഗതി നേടിയെന്ന് പറഞ്ഞു. എന്താണ് ഈ പുരോഗതി? നമ്മളെപ്പോലുള്ളവർ പ്രവാസികൾ പോയി അറബിയുടെ അണ്ടറിലും സായിപ്പിൻ്റെ അണ്ടറിലും ഒക്കെ കിടന്ന് 4 കാശുണ്ടാക്കിയിട്ട്, പഴയൊരു സിനിമയിൽ പിന്നെ വെച്ച് പറയുകയാണ്, 4 കാശുണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വലിയ ബിൽഡിങ്ങുകൾ വെക്കും. അവർ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടുന്നു. പിന്നെ ഇവിടെ പരമ്പരാഗതമായിട്ട് സ്ഥലമുള്ളവർ ആ സ്ഥലത്തിന് വില കൂടി. കാരണം ഇവർ പിന്നെ ഈ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള ആളുകൾ വന്ന് സ്ഥലം വാങ്ങിച്ചു, സ്ഥലത്തിന് വില കൂടി. ആ സ്ഥലം വിറ്റ് അവർ കുറച്ച് പേര് പണക്കാരായി, കുറച്ച് പേര് നല്ല രീതിയിൽ ജീവിക്കുന്നു, പിന്നെ കുറച്ച് പേര് ബിസിനസ് ചെയ്യുന്നു. ഇതല്ലാതെ എന്ത് പുരോഗതിയാണ് ഈ കേരളത്തിൽ 50 വർഷത്തിനിടയിലുണ്ടായത്? ഒന്ന് പറഞ്ഞതാ നമ്മൾ സാറന്മാരൊക്കെ ഒന്ന് പറഞ്ഞതാ, ഇടതുപക്ഷ സൈദ്ധാന്തികന്മാരും ഒക്കെ ഒന്ന് പറഞ്ഞതാ, എന്ത് പുരോഗതിയാണ് ഇവിടെ ഉണ്ടായത്? ഈ പുരോഗതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പാദനം വേണം, അല്ലെങ്കിൽ ഇന്നോവേഷൻ വേണം. ഇപ്പോൾ ഗൂഗിൾ പോലെയോ അതിന് പിന്നെ ഉൽപ്പാദനമൊന്നും വേണ്ട, അത് ഒരു കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ അതുപോലൊരു സംവിധാനം, അതുപോലൊരു കാര്യം കണ്ടുപിടിക്കാൻ കഴിയുക. ഇതൊന്നുമില്ല, ഉൽപ്പാദനമില്ല, പുതിയ ഇന്നോവേഷൻ, പുതിയ കണ്ടുപിടുത്തങ്ങളോ പുതിയ കാര്യങ്ങളോ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. ഇതൊന്നുമില്ല. പിന്നെ ഒരു സ്റ്റാഗ്നൻറ്റ് പിന്നെ
ഒരു പിന്നെ വളർച്ചയുമില്ലാത്ത ഒരു സൊസൈറ്റി, ഒരു സമൂഹമായിട്ട് നമ്മൾ കിടക്കുന്നു. എന്നിട്ടും നമ്മൾ വലിയ പൊങ്ങച്ചം പറയും നമ്മൾ ഭയങ്കര ആയുസ്സും മറ്റേതുമൊക്കെ ഉള്ള ആളുകളാണെന്ന്. ഇവിടെ ഈ ശമ്പളത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം ഒരു പരാമർശം പിന്നെ കണ്ടതാണ്. ഈ തുണിക്കടകളിലും അല്ലെങ്കിൽ പിന്നെ ആഭരണശാലകളിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് 350-400 രൂപ ആണത്രേ ഒരു ദിവസത്തെ ശമ്പളം. അതായത് ഒരു മാസം പിന്നെ 15,000 രൂപയൊക്കെ കിട്ടുക. അപ്പോൾ 350-400 പിന്നെ രൂപ കൊണ്ട് ഒരു കുടുംബം പുലരാനാവില്ല, അവർക്ക് ജീവിക്കാനാവില്ല, ജീവിക്കാൻ മതിയായ ഒരു സംവിധാനം ഉണ്ടാവുന്നില്ല. ഇനി ഈ മറ്റു പണിക്കാർക്ക് 1000 രൂപ പിന്നെ രൂപയൊക്കെ കിട്ടുമെന്ന് പറയുന്നു, പക്ഷേ എന്നും ആ പണി കിട്ടുന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു മിനിമം കൂലി നിശ്ചയിക്കാനായിട്ട് നമുക്ക് കഴിയില്ലേ? ഒരു 1000 രൂപയെങ്കിലും ദിവസം കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കുടുംബം പിന്നെ ജീവിച്ചു പോവുക? അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിലെ ഒരു സങ്കല്പം അനുസരിച്ച് ഉന്നത ജോലിയുള്ളവർ, അതുപോലെ തന്നെ പിന്നെ പിന്നെ ഉന്നത ജാതിക്കാർ, പിന്നെ ഈ അങ്ങനെയുള്ള ആളുകൾ മാത്രം ജീവിച്ചാൽ മതി. അവർക്ക് മാത്രമേ ആവശ്യങ്ങളുള്ളൂ. സാധാരണക്കാർക്ക് ആവശ്യങ്ങളൊന്നുമില്ല. അവർ പിന്നെ കിട്ടുന്നതുകൊണ്ടും ചെറിയ രീതിയിൽ ജീവിച്ചു കൊള്ളണം. അതാണോ ശരിയായ ഒരു കാഴ്ചപ്പാട്? അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ പുരോഗതിയെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായ പുരോഗതി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു വിഭാഗം ആളുകൾ സമ്പന്നരായി നല്ല രീതിയിൽ കഴിയുന്നു. പക്ഷേ ഈ പിന്നെ നല്ലൊരു വിഭാഗം ആളുകൾ സമ്പന്നരാകാൻ കഴിഞ്ഞില്ല, അവർക്ക് വിദേശത്ത് പോകാൻ കഴിഞ്ഞില്ല, അവർക്ക് പരമ്പരാഗതമായ സ്വത്തുക്കളില്ലായിരുന്നു, പിന്നെ സ്ഥലമില്ലായിരുന്നു വിൽക്കാനായിട്ട്. പിന്നെ അതുകൊണ്ട് ആ സമൂഹത്തിൻ്റെ ഒരു വിളുമ്പത്ത് അവർ ജീവിക്കുന്നു, അവരെ ആരും കാണുന്നുമില്ല. ഇങ്ങനെ ഈ നമ്മൾ ചില്ലറ പരിപാടികളൊക്കെ ചെയ്ത് പിന്നെ ചെയ്യുന്ന ഒരവസ്ഥ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി പിന്നെ പിന്നെ പെൻഷനുകൾ, ഇപ്പം വിധവാ പെൻഷൻ അല്ലെ വാർദ്ധക്യകാല പെൻഷൻ എന്നൊക്കെ പറയുന്നത്, അതൊരു ഔദാര്യമല്ല, സർക്കാരിൻ്റെ ഒരു ഔദാര്യമാണെന്ന് സർക്കാർ പോയി ഹൈക്കോടതിയിൽ പോയി വാദിക്കുന്നത് കണ്ടു. ഔദാര്യമല്ല, അത് അവകാശപ്പെട്ട കാര്യമാണ്. ഈ നാട്ടിൽ ജീവിക്കുകയും ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരാണ് അവർ. വാർദ്ധക്യകാലത്തും അല്ലെങ്കിൽ ഇല്ലാതാവുന്ന കാലത്തും അവർ അവഗണിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മിനിമം കൂലി സംവിധാനം ഉണ്ടാവണം കേരളത്തിൽ. അമേരിക്കയിലൊക്കെ പോലും ഉണ്ട് കേട്ടോ. ഇപ്പം എത്രയോ $17-18 ഒരു മണിക്കൂറിന്. ആ മിനിമം കൂലി കിട്ടിയാൽ അമേരിക്കയിൽ ഇവിടെ ഇരുന്ന് നോക്കുമ്പം ഒരു മണിക്കൂറിന് $17 കിട്ടുന്നല്ലോ എന്ന് പിന്നെ തോന്നും. പക്ഷേ അതുകൊണ്ട് അത് കിട്ടുന്ന ആൾക്ക് ഒരു കുടുംബം പിന്നെ ഒരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു കുടുംബം സ്ഥാപിക്കാനോ കഴിയില്ല, അതുകൊണ്ട് മാത്രം. അപ്പോൾ മിനിമം കൂലി ഒരു കാര്യപ്പെട്ട കാര്യമൊന്നുമല്ല, പക്ഷേ അതുപോലും നമ്മുടെ ഇവിടെ ഇല്ല എന്നുള്ള ദുഃഖകരമായ കാര്യം ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രായമുള്ളവർക്ക് അവർക്കൊരു സംവിധാനം ഉണ്ടാവണം. പിന്നെ വാർദ്ധക്യകാല പെൻഷനും അതൊക്കെ അവരുടെ അവകാശം തന്നെയാണ്, അത് കൊടുക്കാനുള്ള സംവിധാനം അതൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിന് സർക്കാർ പറയും പണമില്ല എന്ന്. പണം കണ്ടെത്താനും പുരോഗതി ഉണ്ടാകാനും വേണമെങ്കിൽ നമുക്ക് പുതിയ ഉൽപ്പാദനം വേണം, അല്ലെങ്കിൽ പുതിയ ഇന്നൊവേഷൻ വേണം. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഈ അമേരിക്കയിൽ പോയാൽ പിന്നെ വ്യവസായം ഉണ്ടാകും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് നമുക്കത് ഇവിടെ പറ്റുന്നില്ല? ഇവിടെ അതിനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല, നമ്മുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നില്ല. ഇവിടുന്ന് പോകുന്ന ഈ സത്യാനാടല്ല ഇവിടെ ആയിരുന്നെങ്കിൽ, ഇവിടെ TCSലോ വല്ല ഒരു ചെറുകിട ജോലിക്കാരായിരുന്നേനെയും. പിന്നെ സുന്ദർ പിച്ചൈ ഇന്ത്യയിൽ തന്നെ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പിന്നെ ഉന്നത സ്ഥാനത്ത് ഇവിടെ പിന്നെ ഇന്ത്യയിൽ. അപ്പോൾ ഇതാണ് സ്ഥിതി. കമലാ ഹാരിസ് മിക്കവാറും നേഴ്സിംഗ് പഠിക്കാനായിരിക്കും പോവുക. അതാണ് പിന്നെ ഇന്ത്യയിലെ സ്ഥിതി. അപ്പോൾ ആ ചിന്താഗതിയിലും ഒക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ ഈ പുരോഗതിയെ പറ്റി പറയും, പക്ഷേ ഈ പുരോഗതി കൈവരിച്ചിട്ടില്ലാത്ത മനുഷ്യരെ നമ്മൾ മറന്നു പോകുന്നു. അവിടെയാണ് പ്രശ്നമിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ പുരോഗതി പറയുന്ന സാറന്മാരൊക്കെ, അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും, ഇതൊന്നും മറക്കാൻ പാടില്ല, അടിസ്ഥാനപരമായ കാര്യങ്ങൾ. പിന്നെ ഈ മനുഷ്യരിങ്ങനെ മെരിയേണ്ട ഒരു കാര്യമില്ല. അപ്പം അത്രയധികം മെരിയണമെങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ഭക്ഷണം കിട്ടാനുള്ള ഒരു സംവിധാനമെങ്കിലും ഉണ്ടാവേണ്ടത് ഉണ്ട്. അത് അക്കാര്യത്തിലൊരു മാറ്റവും പാടില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്.